മുമ്പുണ്ടായിരുന്നില്ല പരിശുദ്ധമായ ഉംറയുടെ യാത്രയാണ് നടന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുലിനാളം കിട്ടിയ ആളുകളാണ് നാം വിട്ടത്. ആ ഒരിക്കൽ റബ്ബ് തആല ഉത്തരം നൽകിയാൽ എന്താവൂല, ഇങ്ങനത്തെ ഒരു ബസ്സിൽ നമുക്ക് പല ആളുകളും പല രാജ്യക്കാരും തമ്മിൽ മധ്യയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല മഖ്ബൂലുമായ ഉത്തരം നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മർദിയായ സിയാറത്തുകളൊക്കെ നിർവഹിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഉംറ എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരൊറ്റ തവണ ഫർളാക്കപ്പെട്ട ഹജ്ജ് പോലത്തെ ഒരു കർമ്മമാണ് ഉംറ എന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ സാഹചര്യം, സന്ദർഭം, സമ്പത്ത്, ആരോഗ്യം, കഴിവ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഉംറ ചെയ്യാൻ പ്രാപ്തനാണെങ്കിൽ ആ വ്യക്തിയുടെ ആദ്യത്തെ ഉംറ ഫർളാണ്, നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ചെയ്യുന്ന ഉംറകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഉംറ ചെയ്തു, ഫർളായ ഉംറ ചെയ്തു, പിന്നീട് രണ്ടാമത് ഉംറ ചെയ്യുന്നതും ആദ്യ തവണ പോയി ചെയ്യുന്നതും പിന്നീട് തവണ പോയി ചെയ്യുന്നതൊക്കെ സുന്നത്താക്കപ്പെട്ട ഉംറ. സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രബലമായ ശക്തിയേറിയ സുന്നത്താക്കപ്പെട്ട ഉംറയാണ്. അല്ലാഹു തആല അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വളരെ റാഹത്തോടുകൂടി ഹദീസ് മുഷീഖിൽ നിന്ന് പുറപ്പെട്ട് അസർ, മഗ്രിബ്, ഇശാ നമസ്കാരങ്ങളൊക്കെ സ്ഥലമാക്കി നമസ്കരിച്ച് ഭക്ഷണം കഴിഞ്ഞ് നമ്മൾക്ക് നേരെ പോകുന്നത് മീഖാത്തിലേക്കാണ്. മീഖാത്ത് എന്നുള്ളത് ഇഹ്റാം വെക്കുന്ന പള്ളി എന്നുള്ളതാണ്. മീഖാത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് 5 മീഖാത്തുകളാണുള്ളത്. അതിൽ ഒരു മീഖാത്താണ് ഇത് മദീനയിലുള്ള ദുൽഹുലൈഫ. രണ്ടാമത്തെ മീഖാത്ത് നമ്മൾ പോകുന്ന മീഖാത്ത് തായിഫിലെ മീഖാത്ത് കർണൽ മനാസിൽ. മൂന്നാമത്തെ മീഖാത്ത് എലമല മീഖാത്ത്, അതായത് അബഹ, ദർബ്, ജിസാന് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇഹ്റാം ചെയ്യുന്ന മീഖാത്താണ് എലമല. നാലാമത് ജുഹുഫ, അഞ്ചാമത് ദാബുൽ ഇറാഖ്, അതായത് ഇറാഖ്, ഷാം ആ പ്രദേശത്തുള്ള ആളുകൾ ഉംറക്ക് വരുന്ന മീഖാത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അബഹ, ഖമീസ്, മീശ വഴി നമ്മൾ മക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇഹ്റാം കേട്ടതിന്റെ പള്ളിയാണ് ഏത്? തായിഫിലുള്ള മീഖാത്ത്. ഇപ്പൊ നമ്മൾ അബഹയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് നമ്മൾ ഉംറക്ക് വരുന്നതെങ്കിൽ, നേരെ ജിദ്ദ എയർപോർട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഇഹ്റാം ചെയ്യാം? നമ്മൾ അബഹയിൽ നിന്ന് എന്ത് ചെയ്യണം? ഇഹ്റാം. റൂമിൽ നിന്ന് ഇഹ്റാമിന്റെ കുളി കുളിച്ച് എയർപോർട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിച്ച് ഉംറയുടെ നിയ്യത്ത് എയർപോർട്ടിൽ നിന്ന് കരുതിട്ട് എന്ത് ചെയ്യണം? അബഹ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ജിദ്ദ വഴി വരുമ്പോൾ നേരെ ഹറമിൽ പോവാൻ തവാഫ് യാത്ര ചെയ്യുന്നുള്ളൂ. പക്ഷെ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇഹ്റാം കെട്ടേണ്ട പള്ളിയാണ് ഏത്? തായിഫിലുള്ള മീഖാത്ത്. അങ്ങനെ ലോകത്തെ ഏത് ഭാഗത്ത് നിന്നും ഏത് സ്ഥലത്ത് നിന്നും വരുന്ന ആളുകൾ ഇഹ്റാം കെട്ടേണ്ടത് അതാത് നിയന്ത്രണമാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ പോകുന്ന മീഖാത്താണ് തായിഫിൽ മീഖാത്ത്. ഉംറയില് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ: 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ്. 2 പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുക. 3 സഫാ മർവയ്ക്കിടയിൽ സഅയ് ചെയ്യുക. 4 മുടി കുളിക്കുക. 5ാമത് പറയപ്പെടുന്നത് ഈ മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അതിന്റെ കൃത്യമായിട്ട് ക്രമപ്രകാരം നിർവഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉംറയിൽ ചെയ്യുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് തായിഫ് മീഖാത്തിൽ ഏകദേശം 40 മിനിറ്റ്, 50 മിനിറ്റ്, 1 മണിക്കൂർ മാക്സിമം കൂടിപ്പോയാൽ 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് വാഹനം കാണിക്കും. അപ്പൊ അതിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇഹ്റാം കെട്ടേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യണം? ഇഹ്റാമിന്റെ സുന്നത്ത് കുളി. ആദ്യം ഇഹ്റാമിന്റെ സുന്നത്ത് കുളി നിർവഹിക്കുക. ഇഹ്റാമിന്റെ സുന്നത്ത് കുളി എന്നുള്ളത് സാധാരണ നിയമത്തിൽ വെച്ചാൽ ഇഹ്റാമിന്റെ സുന്നത്ത് കുളി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു. എന്നിട്ട് സാധാരണ കുളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം? ഷാമ്പു, സോപ്പുകളൊക്കെ ഉപയോഗിച്ച് ശരീരം മുഴുവൻ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ തേച്ചെടുത്ത് സാധാരണ കുളിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ കുളിക്കുക. അപ്പൊ അതിൽ ഇഹ്റാമിന് ശേഷം നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് എന്ത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് നഖമോ, നഖത്തിന്റെ ചെറിയ ഭാഗമോ അല്ലെങ്കിൽ മുടിയോ അത് അറിഞ്ഞ പൊടിയാൻ പാടില്ല, അറിയാതെ പൊടിയാൻ പാടില്ല.
അപ്പൊ മുടി കൊഴിയാതിരിക്കുക എന്ത് വേണം? നമ്മൾ സാധാരണ കുളിയിൽ നിന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് കുളിക്കുക. അപ്പൊ ആ കുളിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ പൊഴിയാൻ സാധ്യതയുള്ള മുടികളൊക്കെ ആ കുളിയിലൂടെ പോകും. അപ്പൊ അത് എന്ത് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്ന കാര്യം എന്താ? വുളു ചെയ്ത് 2 റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത്. കുളി കഴിഞ്ഞാല് പുരുഷന്മാര് ധരിക്കേണ്ട വസ്ത്രം ഇഹ്റാമിന്റെ 2 വസ്ത്രമാണ്. ആ 2 വസ്ത്രമല്ലാത്ത വേറെ ഒരു വസ്ത്രം എന്ത് ചെയ്യാൻ പാടില്ല, ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഷെഡ് പാടില്ല, ബനിയൻ പാടില്ല, തൊപ്പി പാടില്ല. ഞാനിപ്പോ തൊപ്പി വെച്ചിട്ടുണ്ട്. തൊപ്പി വെക്കലെന്താ? സുന്നത്തല്ലേ? ഇഹ്റാമിന് ശേഷം അത് വിശുദ്ധமான ഹറാമാണ്. അപ്പൊ അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇഹ്റാമിന് ശേഷം ചെയ്യാൻ പാടില്ല സോപ്പ്, തേമ്, സൗന്ദര്യ വസ്തുക്കൾ, അതേപോലെ എണ്ണ, അത് മണമുള്ളതായാലും ഇല്ലാത്തായാലും യാതൊരു സാധനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാമിന് ശേഷം പറ്റില്ല. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഇഹ്റാമിൽ നിന്ന് തഹ്ലീലാകുന്നത് വരെയും സഹീ ചെയ്ത് മുടി കുളിക്കുന്നത് വരെയും ഇഹ്റാമിന്റെ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം, പാലിക്കണം.